ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് മോര് കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ 400 ml തൈര് ഉടച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിന്ന് വെള്ളരിക്കയിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. ഒരു വെള്ളരിക്കയുടെ പാതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിതിലേക്ക് തേങ്ങ ഒന്നും അരച്ച് ചേർക്കുന്നില്ല കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ മോര് കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. അന്ന് ഞാൻ വെള്ളരിക്ക ഒന്നും ചേർത്തിരുന്നില്ല. ഇനി ഇതിന് വേറെ എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. വെള്ളരിക്കായ് 1/4 പകുതി കഷ്ണങ്ങളാക്കിയത്, തൈര് 400 ml, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ 2 ടീസ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, ഉണക്കമുളക് ആവശ്യത്തിന്, ഇഞ്ചി കൊത്തിയരിഞ്ഞത് 1/4 ടീസ്പൂൺ, ഉലുവ 1/4 ടീസ്പൂൺ, പച്ചമുളക് 4, വെള്ളം ആവശ്യത്തിന്. ഞാൻ ഈ ചട്ടിയിലേക്ക് കഷ്ണങ്ങളാക്കി വെള്ളരിക്ക ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില, പച്ചമുളക്, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. ഈ വെള്ളരിക്ക വെന്ത് വരാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം കേട്ടോ. ഇത്രയും ചേർത്ത് ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെള്ളരിക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടിച്ചു വെച്ചിരുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ചിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. പ്രത്യേകിച്ചും ചട്ടിയിലൊക്കെ കറി വയ്ക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മൾ സ്റ്റൗവിൽ നിന്ന് ഇറക്കി താഴെ വെച്ചാൽ പോലും ചട്ടിയുടെ ചൂട് കൊണ്ട് ആ കറി ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും. തൈര് ചേർത്തതിന് ശേഷം നമ്മളിത് ഇളക്കി വേണം ചൂടാക്കാൻ. തിളപ്പിക്കരുത് കേട്ടോ. ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ കറി നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിറക്കി വെച്ചിട്ട് കടുകും കറിവേപ്പിലേക്ക് ഒന്ന് വറുത്തിടണം. ഞാനിവിടെ ഒരു ചീനിച്ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി ചൂടായത് നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതും 1/2 ടീസ്പൂൺ കടുക് കൂടെ ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒരുവിധം ഒന്ന് മൂത്ത് വന്നതും നമുക്കതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ അധികം ചേർക്കണ്ട കേട്ടോ, കയ്പുണ്ടാവുക. ഇപ്പം നമുക്ക് ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമല്ലോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. തൈരിന് പുളിപ്പൊക്കെ ഇത്തിരി കൂടിപ്പോയി കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളരിക്കയോ കുമ്പളങ്ങയോ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പുളിപ്പ് ഈ കായൽ പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ പിന്നെ കറിയിൽ അധികം പുളി കാണുകയില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.